എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹർട്ടിനെ കുറിച്ചാണ്. നമുക്ക് പെൻഡിങ് ഇതിലുള്ള ഒരൊറ്റ സെക്ഷൻ നമുക്ക് ഇനിയുള്ളൂ. അതായത് BNS പെൻഡിങ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് അത് നമുക്ക് പഠിച്ചു തീർക്കാം. ഹർട്ട് എന്ന് പറഞ്ഞാൽ ദേഹോപദ്രവം അല്ലെ, ഒരാളെ മാനസികമായോ ശാരീരികമായോ ഒക്കെ ഉപദ്രവിക്കുന്നതാണ് ഈ 114 വരുന്നത്. 114 ഹർട്ടിനെ കുറിച്ച്, ദേഹോപദ്രവത്തെ കുറിച്ച് വ്യക്തമായിട്ട് നിർവചനം കൊടുക്കുന്നു. 115 എന്താണ്? 115 എന്ന് പറയുന്നത് സ്വമേധയാ ദേഹോപദ്രവം ചെയ്യുന്നതാണ്. 115 ഓരോന്നിനും കണക്ട് ചെയ്താണ് പോകുന്നത്. ഒന്നറിയാമെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു നോക്കി എടുക്കാൻ പറ്റും. 114 ഹർട്ടാണ്, ദേഹോപദ്രവമാണ്. അപ്പൊ 115 തൊട്ടടുത്ത് ഇത്തിരി കൂടിയ ശിക്ഷ. അത് 115 എന്ന് പറഞ്ഞാൽ സ്വമേധയാ അറിഞ്ഞുകൊണ്ട് ഒരാളെ അടിക്കുക, ഒരാളെ ചെവിക്കലിന് അടിച്ചത്, ഇത് പ്രകാരം കുറ്റകൃത്യമാണ്. അപ്പൊ ഇതിൽ 115 2 ഇതിനെക്കുറിച്ചുള്ള ഉപവകുപ്പ് ശിക്ഷയെ കുറിച്ച് പറയുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കണമെന്നില്ല, എങ്കിലും ഞാൻ പറഞ്ഞതാണ്. 115 മാത്രമേ നമുക്ക് പഠിക്കുകയുള്ളൂ. 115 ഉപവകുപ്പ് 2 ഉണ്ട്. അത് 1 വർഷം വരെ തടവ് ശിക്ഷയും പിഴ ശിക്ഷ 10,000 രൂപയാണ് അതിലെ ശിക്ഷയായിട്ട് വരുന്നത്. ഇതിൽ 122 എന്ന് പറയുന്ന സെക്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അതും ഹർട്ടാണ്. അതെപ്പോഴാണ്? ഒരാളെ പ്രകോപിപ്പിക്കുമ്പോൾ അയാൾ തിരിച്ചടിക്കുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ അത് ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേക സെക്ഷൻ ഉണ്ട് 122 1. പ്രകോപനത്താൽ ഉള്ള ദേഹോപദ്രവം. പ്രകോപനത്താൽ ഉള്ള കഠിനമായ ദേഹോപദ്രവം 122 2 പറയുന്നു. ഇനി അടുത്തത് 116 എന്ന് പറഞ്ഞാൽ കഠിനമായ സ്വമേധയാ ഉള്ള ദേഹോപദ്രവത്തെ കുറിച്ച്, അല്ല അങ്ങനെയല്ല, കഠിനമായ ദേഹോപദ്രവത്തെ കുറിച്ച് 116 പറയുന്നു. 117 തൊട്ടടുത്ത വകുപ്പിലാണ് ഈ രണ്ടും കൂടെ പറയുന്നത്. 115 16 ചേർത്ത് പറയുന്നത്. അതായത് സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം 117 പറയുന്നു. 117 1 ഇതിനെക്കുറിച്ച് പറയുന്നത്. 2 പറയുന്നത് വെച്ചാൽ അതിന്റെ ശിക്ഷയെ കുറിച്ചാണ്. ഇതിൽ 122 2 പ്രകോപനം കൊണ്ട് ചെയ്യുന്ന കഠിനമായ ദേഹോപദ്രവം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അതിന് വേറൊരു സെക്ഷനാണ്. അതിൽ പറയുന്നത് ഇതിൽ വരൂല. 7 വർഷം വരെ തടവോ പിഴയോ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. തടവ് 2 ലഭിക്കാൻ വേണമെങ്കിൽ. 117 3 എന്ന് പറഞ്ഞിരുന്ന ഒരാളെ ജീവച്ഛവമാക്കുക, പെർമനന്റ് ആയിട്ട് അദ്ദേഹത്തിന് അംഗവൈകല്യം വരുത്തുക, പല്ലിടിച്ചിളക്കി, പുരുഷത്വം ഇല്ലാതാക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 117 3 വരും. അത് പ്രകാരം 10 വർഷം വരെയുള്ള കഠിന തടവും പിഴയും ഒക്കെ ലഭിക്കാം. അത് കൂടാതെ എന്താണ്? കഠിനമല്ല, തടവെന്ന് പിടിച്ചാൽ മതി. കൂടാതെ ജീവപര്യന്തം വരെ ലഭിക്കാവുന്നതാണ്. ഇനി 4ാമത്തെ വകുപ്പുണ്ട്. 4ാമത്തെ വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 അല്ലെങ്കിൽ അതിൽ കൂടുതൽ, 5ഓ അതിലധികമോ ആൾക്കാർ ചേർന്ന് മതം, ലിംഗം, ജാതി, വംശം അതിന്റെയൊക്കെ പേരിൽ ഒരാളെ ഉപദ്രവിക്കുകയാണെങ്കിൽ 7 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്നതാണ്. 118 ആയുധം കൊണ്ടുള്ള ഈ ദേഹോപദ്രവമാണ്. ആയുധം ഉപയോഗിച്ചുകൊണ്ട് ദേഹോപദ്രവം ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. പിഴ 20,000 രൂപ വരെ ലഭിക്കാം. കഠിനമായ ആയുധം കൊണ്ട് കഠിനമായ ദേഹോപദ്രവം, ഇപ്പൊ ഒരാളെ ബാറ്റ് വെച്ച് ഒരാളെ അടിച്ചു, അത് എന്താണ്? ഇതിൽ 118 1 വരും. ബാറ്റ് വെച്ച് അടിച്ച് കൈ ഒടിച്ചു, അപ്പം കഠിനമായ ദേഹോപദ്രവമാണ്. അത് 1 തൊട്ട് 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. 1 വർഷം തൊട്ട് 10 വരെ ലഭിക്കാം. ഇനി അത് വേണമെങ്കിൽ ജീവപര്യന്തം വരെ ലഭിക്കാവുന്നതാണ്. 119 സ്വത്ത് കൈയടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരാളെ ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷയാണ്. 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. അതിന്റെ സെക്ഷൻ 119 ഇനി അതിനുവേണ്ടി കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയാണെങ്കിൽ 10 വർഷം വരെ കഠിന തടവും പിഴയും ലഭിക്കാം. അത് ജീവപര്യന്തം വരെ നീളാം. ജീവപര്യന്തം പറഞ്ഞാൽ ശേഷിക്കുന്ന കാലയളവാണ്. 120ാമത്തെ സെക്ഷൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, A എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ Z എന്ന ആളെ കുറ്റസമ്മതം നടത്തുന്നതിന് വേണ്ടി ഉപദ്രവിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള, അതായത് ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദേഹോപദ്രവമാണെങ്കിൽ 7 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. അത് കഠിനമായ ദേഹോപദ്രവമായി കഴിഞ്ഞാൽ 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. 121ാമത്തെ വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് സർവന്റിനെ, പൊതുസേവകനെ ഉപദ്രവിച്ചാൽ 5 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. ഇനി കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. 124ാമത്തെ സെക്ഷൻ ആസിഡ് കൊണ്ട് എറിയാൻ ശ്രമിക്കുന്ന കുറ്റകൃത്യമാണ് പറയുന്നത്. അത് 10 വർഷം വരെ ലഭിക്കാം, തടവും പിഴയും ലഭിക്കാം. അത് ജീവപര്യന്തം വരെ നീളാം. ഇനി 125 Aയും Bയും ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റാഷ് ആൻഡ് നെഗ്ലിജിബിൾ ആക്ട് ആണ്. അത് സംഭവം എന്ന് വെച്ചാൽ ഒരാളെ വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയി. അപ്പൊ വണ്ടി ഇടിച്ചിട്ട് സാരമായ ചെറിയ പരിക്കുകളാണെങ്കിൽ 125 A പ്രകാരം കേസ് വരും. 125 B വരുന്നതെന്ന് വെച്ചാൽ സാരമായ കഠിനമായ പരിക്കുകൾ ഉണ്ടെങ്കിൽ, എല്ല് പൊട്ടുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ 125 B വരും. പ്രത്യേകമായിട്ട് ഈ ആക്സിഡന്റ് കേസുകളിലാണ് ഇത് വരുന്നത്. ചിലയിൽ 2 വരാം. കാരണം കയ്യിൽ മുറിവുണ്ടായി, കൈ ഒടിഞ്ഞു, 2 വകുപ്പും വരാം. അപ്പൊ അതിൽ 6 മാസം വരെ തടവും 5,000 രൂപ പിഴയുമാണ് ലഭിക്കുന്നത്. ഇനി കഠിനമായ ദേഹോപദ്രവമാണെങ്കിൽ 125 B വരും. അത് 3 വർഷം വരെ തടവും 10,000 രൂപ പിഴയും ലഭിക്കുന്നതായിരിക്കും. ഈ സെക്ഷനിൽ നമുക്ക് കിഡ്നാപ്പിംഗ് വരെ ഒന്ന് പറഞ്ഞു നിർത്താം. കിഡ്നാപ്പിംഗ് തൊട്ട് അടുത്ത ഒരു ക്ലാസ്സിൽ എടുക്കാം.
126 എന്ന് പറഞ്ഞാൽ അന്യായമായി തടസ്സപ്പെടുത്തുന്നതിനെ ഉള്ള ശിക്ഷയാണ്. അന്യായമായി തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഒരാൾ വരികയാണ്, അപ്പൊ ഞാൻ അവനെ തടസ്സം നിർത്തുകയാണ്, ഇനി അങ്ങോട്ട് പോകാൻ പറ്റൂല, ഒരു ഡയറക്ഷനോട്ട് അവനെ വിടാതെ ബ്ലോക്ക് ചെയ്യുന്നതാണ് അന്യായമായി തടസ്സപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ. ഇത് 1 മാസം മുതൽ 1 മാസം വരെ തടവ് ശിക്ഷയും 5000 രൂപ പിഴയും ലഭിക്കാവുന്നതാണ് ഒരാളെ ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ. 127 എന്ന് പറഞ്ഞാൽ തടങ്കൽ, അന്യായമായ തടങ്കലിൽ വെപ്പിക്കുക, അതായത് ഒരു മുറിക്കുള്ളിലോ ഒരു വലയത്തിനുള്ളിലോ അവനെ പൂർണ്ണമായിട്ടും തടഞ്ഞു വെക്കുകയാണ്, അവന് വേറെ എങ്ങോട്ടും പോകാൻ പറ്റൂല ആ ഒരു അവസ്ഥ. അത് 1 വർഷം വരെ തടവും 5000 രൂപ വരെ പിഴയും ലഭിക്കാം. ഇനി അതിൽ തന്നെ ഉപവകുപ്പ് 3 127 ക്ലോസ് 3 പറയുന്നത് 3 ദിവസം വരെ തടവിൽ വെച്ച് കഴിഞ്ഞാൽ, 3 ദിവസം വരെ ഒരാളെ തടവിൽ വെച്ച് കഴിഞ്ഞാൽ 3 വർഷം വരെയോ 10000 രൂപയോ പിഴ ലഭിക്കാം. ഇനി 4ാമത്തെ ഉപസെക്ഷനിൽ പറയുന്നത് 10 ദിവസം വരെ ഒരാളെ തടവിൽ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10 അതിൽ കൂടുതലോ തടവിൽ വെച്ച് കഴിഞ്ഞാൽ 5 വർഷം വരെ തടവും 10000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. നമ്മൾ നിസ്സാരമല്ല ഒരാളെ റൂമിനകത്ത് കയറി കൂട്ടിയിടുന്നതെന്നൊക്കെ പറയുന്നത്, മനസ്സിലായില്ലേ? കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടിടുന്നതൊക്കെ മൊത്തം തുകയും. ഇനി 5ാമത്തെ സെക്ഷൻ 127 ഉപസെക്ഷൻ 5 പറയുന്നത് റിട്ട് പുറപ്പെടുവിച്ച ഒരാള് എന്താണ് സമൂഹത്തിൽ കൊണ്ടുവരാതെ വീണ്ടും തടവിലിട്ടേക്കുന്ന ആളാണെങ്കിൽ, ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിച്ചിട്ട് പോലീസ് ഇപ്പം തടങ്കലിട്ടേക്കുകയാണെങ്കിൽ അത് കേസാണ്. 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. 129 ക്രിമിനൽ ഫോഴ്സ്, അതായത് പിടിച്ച് ഒരാളായിട്ട് വാക്ക് തർക്കവും അങ്ങോട്ടുള്ള ക്രിമിനൽ ഫോഴ്സ്, അതായത് അയാളെ ഉപദ്രവിക്കണം എന്ന രീതിയിൽ പിടിച്ച് തള്ളുകയൊക്കെ വരുന്നത് ക്രിമിനൽ ഫോഴ്സ് ആയിട്ട് വരും. അതിൽ തന്നെ അതിന്റെ തൊട്ടടുത്ത സെക്ഷൻ കയ്യേറ്റം, അസാൾട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അതങ്ങനെയൊക്കെ ചോദിക്കാം, ക്രിമിനൽ ഫോഴ്സ് എന്ന് പറഞ്ഞ് ചോദിക്കാം. 129 സെക്ഷൻ. 130 കയ്യേറ്റത്തെ കുറിച്ച് പറയുന്നു, ഒരാളെ അടിക്കാൻ വേണ്ടി പിടിച്ച് തള്ളുകയോ ഒക്കെ ബലപ്രയോഗം ഒക്കെ ഇത് 129 130 വരും കേട്ടോ. അസാൾട്ടൊക്കെ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ എടുക്കുന്ന കേസുകളാണ്. 137 കിഡ്നാപ്പിങ്ങിനെ കുറിച്ചാണ്, അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം.